സലാർ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ പ്രഭാസിൻ്റെ ഒക്കെ പടം. 7 മണിക്ക് തുടങ്ങി 8 മണിയായപ്പോൾ ഫസ്റ്റ് ഹാഫായി. 1 മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ്. അതിൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ബിൽഡപ്പാണ്. പ്രഭാസ് ആരാണ്, പൃഥ്വിരാജ് ആരാണ്. അതിനകത്ത് പൃഥ്വിരാജ് വരുന്നത് ഇന്റർവൽ സീനിലാണ് പൃഥ്വിരാജ് വരുന്നത്. പ്രഭാസിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ നോർമലാണ്. പക്ഷെ പൃഥ്വിരാജിനാണ് ഗ്രാൻഡ് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഏറ്റവും സൂപ്പർ എൻട്രി പൃഥ്വിരാജിൻ്റെയാണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ പോയി ഓർത്തു പോയി. മേക്കിംഗ് കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. നമ്മുടെ KGF പോലെ തന്നെ ആ ഒരു പാറ്റേണിലാണ് സംഭവങ്ങൾ മുഴുവൻ പോകുന്നത്. പക്ഷേ നമ്മളങ്ങോട്ട് ബോറടിപ്പിച്ചുണ്ടല്ലോ, നമുക്ക് മടുത്തു പോകും പടം. പടത്തിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അപാരമാണ്, ഒരു രക്ഷയില്ല. പക്ഷേ നമ്മളെ KGF നമുക്ക് ഇഷ്ടപ്പെടാൻ കാര്യമില്ല, അതിന്റെ മേക്കിംഗ് ആണ്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്ത സംഭവം ഉണ്ടായിരുന്നത്. അവന്റെ അമ്മയും അവനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, യശിന്റെ അമ്മയും തമ്മിലുള്ള ബന്ധം, അതാണ് നമ്മൾ ഇമോഷണൽ കണക്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ നമ്മളെ ഇമോഷണൽ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഇതിനകത്ത് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. ആകെ പടത്തിൽ എനിക്ക് തോന്നിയൊരു പോസിറ്റീവ് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന് കിട്ടിയ റോള് നല്ല കിട്ടിയുള്ള റോളാണ്. അത് പൃഥ്വിരാജ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിൽ ക്രിസ്മസ് നേര് തൂക്കും, ലാലേട്ടൻ അഴിഞ്ഞാടും.